ഒരിടവേളയ്ക്ക് ശേഷം ഇടുക്കിയിൽ വീണ്ടും പട്ടയത്തെ ചൊല്ലി തർക്കം രൂക്ഷമാവുകയാണ്. 1964 ചട്ടപ്രകാരമുള്ള പട്ടയ വിതരണം നിർത്തിവെക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശമാണ് ഭരണപ്രതിപക്ഷ തർക്കത്തിന് വഴിവെച്ചിരിക്കുന്നത്. ഇതിനിടെ തൊടുപുഴയിൽ 73-കാരിയായ അമ്മിണിക്ക് പട്ടയം നിഷേധിച്ച സംഭവത്തിൽ റവന്യൂ മന്ത്രി ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി. ചുമരം തോടൊരു മരിക്കുവാണെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കണം, ഇവർ കൊണ്ടുപോട്ടെ, ഞാൻ മരിച്ചാൽ ഇവിടെ കിടന്ന് മരിക്കും. 73 വയസ്സുണ്ട്, പെൻഷൻ മാത്രമാണ് വരുമാനം, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും. പക്ഷേ ജനിച്ച മണ്ണിൽ 50 വർഷം ജീവിച്ച മണ്ണിൻ്റെ അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിന്ന് അമ്മിണി പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുന്നു. 10 സെന്റ് ഉണ്ടായിരുന്നു കൈവശ ഭൂമി, ഇപ്പോൾ അത് 3 സെന്റ് മാത്രം. ബാക്കി സ്ഥലം അയൽക്കാർ അപഹരിച്ചെന്നാണ് അമ്മിണിയുടെ ആരോപണം. നിലവിലുള്ള സ്ഥലത്ത് ഒരു ഷെഡിലാണ് താമസം. ഓഫീസുകൾ കയറിയിറങ്ങി മടുത്തു. ഇനി പട്ടയം കിട്ടുന്നതുവരെ സമരം തുടരാനാണ് തീരുമാനം. എനിക്ക് വേറൊരു സ്ഥലമില്ല, അവർക്ക് സ്ഥലമുണ്ട്, വരുമാനമുണ്ട്, ഗവൺമെൻറ് ശമ്പളമുണ്ട്. എനിക്ക് ഗവൺമെൻറ് പെൻഷൻ പൈസ തന്നാലേ എനിക്കുള്ളൂ. 2 വില്ലേജ് ഓഫീസർമാർ എനിക്കിവിടെ 10 സെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വായിച്ച് കേട്ടതുമാണ്. അത് തടഞ്ഞു വെച്ചുകൊണ്ട് എതിർ കക്ഷീനെ വരുത്തി അത് വീണ്ടും തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. അമ്മിണിയുടെ സമരം 2ാം ദിവസത്തിലേക്ക് കടന്നതിന് പിന്നാലെ വിഷയത്തിൽ റവന്യൂ മന്ത്രി ഇടപെട്ടു. ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി. തൊടുപുഴ തഹസിൽദാർ സ്ഥലം സന്ദർശിച്ച പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. ഭൂമിയുടെ മേൽ ചില കേസുകൾ നിലനിൽക്കുന്നതാണ് പട്ടയം നൽകാനുള്ള സാങ്കേതിക തടസ്സം. അത് പരിശോധിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും പട്ടയത്തിന് അർഹയാണെങ്കിൽ തീർച്ചയായിട്ടും പട്ടയം കൊടുത്തിരിക്കും. ജില്ലാ കളക്ടർക്ക് ഞാൻ റിപ്പോർട്ട് കയ്യിലിരിക്കുകയാണ്. റിപ്പോർട്ട് ഇപ്പം തന്നെ കൊടുക്കും. മാഡത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും മാഡത്തിൻ്റെ ഒരു ഇതിനനുസരിച്ച് മാഡം പറയുന്നതനുസരിച്ച് ഞാനത് ചെയ്യുന്നതായിരിക്കും. അതേസമയം അമിക്കസ് ക്യൂറി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പട്ടയ വിതരണം നിർത്തിവെക്കണമെന്ന ഹൈക്കോടതി ഇടപെടൽ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് തിരിതെളിച്ചിട്ടുണ്ട്. പട്ടയ വിഷയത്തിൽ സർക്കാർ പരാജയമെന്ന ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. സർക്കാരാണ് ഈ കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടത്. സർക്കാരിൻ്റെ പോളിസി ഡിസിഷൻ, സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങൾ അതനുസരിച്ചാണ് ഇവിടെ പട്ടയം നൽകിക്കൊണ്ടിരുന്നത്. ആ നൽകിക്കൊണ്ടിരുന്ന പട്ടയങ്ങളെ സംരക്ഷിച്ചു നിർത്താൻ സർക്കാരിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ആർക്കോ വേണ്ടി സർക്കാർ ഒളിച്ചു കളിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും. എന്നാൽ ഭൂപതി ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണർക്കെതിരെയാണ് CPIM പ്രതിഷേധത്തിനൊരുങ്ങുന്നത്. നിയമപരമായി നേരിടാനും ആലോചനയുണ്ട്. ഇതൊരു ജില്ലയുടെ ജനതയുടെ മാത്രം പ്രശ്നം, ഇതൊരു പൊളിറ്റിക്കലായ പ്രശ്നം, ഒരു പ്രദേശത്ത് ജനങ്ങൾ ചെയ്യുന്നത്. അപ്പം അത് വെച്ചുകൊണ്ട് അദ്ദേഹം പച്ചയായ രാഷ്ട്രീയം കളിക്കുകയാണ്. 2 മാർഗ്ഗമാണ്. ഒന്ന് നിയമപരമായി നേരിടും. അതിനെ നിയമവശം പഠിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. LDF ജില്ലാ കമ്മിറ്റിയോടെ കൂടിയിട്ട് നിയമപരമായി ചോദ്യം ചെയ്യപ്പെടാൻ കഴിയുമെന്ന് നോക്കും. സുപ്രീം കോടതി പോകേണ്ടത് നോക്കും. അതല്ല എങ്കിൽ രാജ്ഭവൻ്റെ മുമ്പിൽ സ്ഥിരമായിട്ടുള്ള നിരന്തര സമരം, പ്രശ്നം പരിഹരിക്കപ്പെടാതെ മുന്നോട്ട് പോകില്ല. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിലെ പ്രധാന ചർച്ച ഭൂവിഷയങ്ങൾ തന്നെയായിരിക്കുമെന്നാണ് രാഷ്ട്രീയ തർക്കങ്ങൾ നൽകുന്ന സൂചന. അമ്മിണിയുടെ പ്രതിഷേധം ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഇടുക്കിയിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങളുടെ പ്രതീകമാണ് അമ്മിണി. പട്ടയ വിഷയങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്ന ആളുകൾ അമ്മിണിയെപ്പോലുള്ള ആളുകളെ കേൾക്കാൻ കൂടി തയ്യാറാകണം, അവരുടെ അവകാശങ്ങൾ ലഭ്യമാക്കാനും. ഇടുക്കിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതാണ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നത്. ഇടുക്കിയിൽ പട്ടയ നടപടികൾ പ്രതിസന്ധിയിലായതോടെ ജനകീയ പ്രതിഷേധം ശക്തമാക്കാനാണ് CPIMന്റെ തീരുമാനം. അതേസമയം തന്നെ പട്ടയ വിതരണം നിർത്തണമെന്ന ഹൈക്കോടതി നിർദ്ദേശം സർക്കാരിനെതിരായ ആയുധമാക്കി മാറ്റുകയാണ് പ്രതിപക്ഷം. കേൾക്കാം പ്രതികരണങ്ങൾ. പിണറായി വിജയൻ തന്നെ വിളിച്ച സർവകക്ഷി യോഗത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ പാലിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് മലയോര മേഖലയിലെ ജനങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിയുമായിരുന്നു. ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ഇവരെടുത്തിരുന്ന നിലപാടെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇലയും കൊണ്ട് ഇങ്ങനെ ആടിനെ കൊണ്ടു നടക്കുന്ന ഒരു സമീപനം അതായിരുന്നു. ഇടുക്കിയിലെ ഇടതുപക്ഷം യഥാർത്ഥത്തിൽ ആട്ടിൻതോലടിഞ്ഞ ചെന്നായുടെ ഒരു സമീപനമാണ് ഈ പട്ടയ പ്രശ്നത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവർണറും സർക്കാരുമായിട്ടുള്ള ചില ഒത്തുകളിയുടെ അടിസ്ഥാനത്തിൽ ഗവർണർ പറയുന്നു ഇതിനെ സംബന്ധിച്ച് ക്ലാരിഫിക്കേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ഗവർണർ ഇതിനകത്ത് ഇടപെട്ടില്ല എന്ന്. ഈ നാട്ടിൽ 10 ലക്ഷത്തോളം വരുന്ന ഹൈ റേഞ്ചിലെയും ഏതാണ്ട് 2 ലക്ഷത്തോളം വരുന്ന തൊടുപുഴ താലൂക്കിലെയും ഒക്കെ പട്ടയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളെ കബളിപ്പിക്കുന്ന നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത് തീർത്തും നിരാശാജനകവും അപലപനീയവുമാണ്. ഒരു ജില്ലയിലെ ജനങ്ങളെയാകെ ബാധിക്കുന്ന ഈ ഉത്തരവ് അടിയന്തരമായി ഹൈക്കോടതിയെ കൊണ്ട് റദ്ദു ചെയ്യിക്കാൻ ആവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കണം. കയ്യേറ്റവും കൊടിയേറ്റവും രണ്ടായി സർക്കാർ കാരണം. ഈ ആശങ്കകളെല്ലാം
ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളൊക്കെ വരുമ്പോൾ അതൊരു വലിയ സമരങ്ങളായി മാറാനുള്ള സാധ്യതയും വിദൂരത്തല്ല. പിന്നെ കാശ്മീരിയ പ്രദേശത്തെ സർവേ നടപടികൾ നടക്കുന്നുണ്ട് എങ്കിലും അത് സർവേ ഉദ്യോഗസ്ഥന്മാരെ ആവശ്യത്തിനുള്ള സർവേ ഉദ്യോഗസ്ഥന്മാരെ പോസ്റ്റ് ചെയ്യാതെ ഉള്ളതുകൊണ്ട് അത് ഇഴഞ്ഞു നീങ്ങുന്നൊരവസ്ഥയുള്ളത്.